എത്ര നാളായിടാ കണ്ടിട്ട്? നീ ഇപ്പൊ ഏത് ചാനലിലാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫ്രീലാൻസ് ആയിട്ടാ. പിന്നെ എന്തായി നിന്റെ LLB പഠനമൊക്കെ? ഇത് ഫൈനൽ ഇയറാ. നീ ഇവിടെ കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല മൈലേജുള്ള സ്റ്റോറിയാ, അതൊന്ന് കവർ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇഷ്യൂനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചോ? നോ. അവരെക്കുറിച്ച് നെഗറ്റീവ് ഇമേജുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കണമെന്നാ മുകളിൽ നിന്ന് ഓർഡർ. കാശ് മേടിക്കുന്നതല്ലേ, കൂറ് കാണിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയോട്ടോ ഈ കോൺവെന്റിന്റെ ഉള്ളിൽ. ഒരുമാതിരി ശ്വാസം മുട്ടി ജീവിക്കുന്നത് പോലെ എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? എക്സാക്ട്ലി. അല്ല ബ്രോ, ഭാര്യയെ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്ന ഭർത്താവ്, കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടി കാമുകന്റെ ഒപ്പം പോകുന്ന ഭാര്യ, സ്ത്രീധനത്തിന്റെ പേരിൽ കെട്ടടങ്ങുന്ന പെൺജന്മങ്ങൾ, എത്ര കെട്ടുകഥകളാ നമുക്ക് ചുറ്റും നടക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു കോൺവെന്റിലല്ല, നമുക്ക് ചുറ്റുമുള്ള വീടുകളിലാണ്. അല്ലെന്ന് നിനക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റൂ? ശരിയാ, പക്ഷെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പണിക്ക് അഡ്വാൻസ് മേടിച്ചതാ. നീ എങ്ങനെയാടാ ഇങ്ങനെ മാറിപ്പോയേ? പണ്ട് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഒരുപാട് കുറ്റം പറഞ്ഞു നടന്നിരുന്നതാണല്ലോ. അജോ, ഞാൻ ആ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് വരാം. പുള്ളി നല്ല ചൂടിലാന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് നാറ്റിക്കാനുള്ള മസാലയൊക്കെ മീഡിയക്കാരൻ ഒരുക്കിക്കോ. നയന, അത്രയൊക്കെ വേണോ? വെറുതെ ഒന്നല്ലല്ലോ, ക്യാഷ് വന്നിട്ടല്ലേ. ഓക്കെ, ഡൺ. നീ നേരത്തെ ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ മാറിയെന്ന്? കേൾക്കാനൊരു കന്യാസ്ത്രീയും കുമ്പസാരിക്കാനൊരു വൈദികനും ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ പണ്ടേ ചുമരി കണ്ടേനെ. നിനക്കറിയില്ല അവരുടെ മൂല്യം എന്താണെന്ന്, അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. മേ ഐ കം ഇൻ സിസ്റ്റർ? യെസ്, കം ഇൻ. ഇരിക്കൂ. സിസ്റ്റർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നയന, ലാസ്റ്റ് വീക്ക് 2 ദിവസം ആബ്സെന്റ് ആയിരുന്നല്ലോ, എന്തു പറ്റി? നല്ല സുഖമില്ലായിരുന്നു. നയനയെ തന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞിരുന്നു, അതും മദ്യപിച്ച്. ഓഫ് കോഴ്സ്, അതിന്റെ പേരിൽ ഉപദേശിക്കാനാ വിളിച്ചതെങ്കിൽ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. മോളെ, എങ്ങോട്ടേക്കാ നിന്റെ ഈ പോക്ക്? മിടുക്കിയായി പഠിക്കാൻ കഴിവുള്ള കുട്ടിയാ നീ. ഇതിനു മുമ്പും ഞാൻ നിനക്ക് വാണിംഗ് തന്നിട്ടുള്ളതല്ലേ. ഇക്കാര്യം മാനേജ്മെന്റ് അറിഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ, എനിക്കിഷ്ടപ്പെട്ട എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയതും എൻജോയ് ചെയ്തതും ഒരു തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ലൈഫിന്റെ ഹാപ്പിനെസ് എന്താണ്, അല്ലെങ്കിൽ എന്തൂസിയാസം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഈ ഉടുപ്പിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരുന്ന നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കൂടിപ്പോയ മാനേജ്മെന്റ് എന്നെ ഡിസ്മിസ് ചെയ്യും. ഐ ഹാവ് നോ പ്രോബ്ലം. ഇതെങ്ങാനും പുറത്തറിഞ്ഞാ നാറാൻ പോകുന്നത് ഞാനല്ല, നിങ്ങളും മാനേജ്മെന്റും ആയിരിക്കും. മൈൻഡ് ഇറ്റ്. കുട്ടി, ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കറക്ഷൻ മാത്രമാണ്. കുട്ടി ഇതൊരു ഇഷ്യൂ ആക്കാൻ ശ്രമിക്കരുത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വർഗം എന്തു പറഞ്ഞാലും ഈ ലോകം വിശ്വസിക്കില്ല. അതൊക്കെ പണ്ട്. ഞാൻ നാളെ വരാം. ടീച്ചിങ് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചേക്ക്. നയനൊന്ന് നിന്നേ. ഈ വസ്ത്രത്തിനുള്ളിലായതുകൊണ്ട് മരണമില്ലാത്ത സത്യത്തിനു വേണ്ടി നാറുന്നതാ എന്റെ ലൈഫിന്റെ ഹാപ്പിനെസ്സും എന്തൂസിയാസും ഒക്കെ. അതുകൊണ്ട് സഹതാപം ഒട്ടും വേണ്ട. ചങ്കൂറ്റം ഉണ്ടോ ഇതുപോലെ ജീവിച്ചു കാണിക്കാൻ? ഒരു ഗുരുനാഥ എന്നുള്ള നിലയിൽ ഞാൻ ആശിച്ചു പോവാണ്, ഈ ഹാപ്പിനെസ് എന്തൂസിയാസവും എന്നും ഉണ്ടാവണം. നാളെ എപ്പോഴാണ് നിന്റെ ഫ്ലൈറ്റ്? ഈവനിങ് 7:30. പോകുന്നതിന് മുന്നേ തന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തായാലും അത് സാധിച്ചു. നീ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് തിരിച്ചെത്തില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് അങ്കിളിനെ കണ്ടത്. അങ്കിള് പറഞ്ഞു നീ വന്നിട്ടുണ്ട്, ഇന്റർവ്യൂവിന് പോയേക്കാണ്. എന്തായാലും അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചല്ലേ? യെസ്, നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം. ഗുഡ്, ഐ എം സോ ഹാപ്പി. പിന്നെ നമ്മുടെ കൂടെ പഠിച്ച നയന കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഹലോ അപ്പ. ആ മോളെ, അപ്പ ഡ്രൈവ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? സക്സസ്ഫുൾ. ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പേ ഞങ്ങൾ ഇറങ്ങുക, ഉണ്ണിയുണ്ട് കൂടെ. ശരി മോളെ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അവരെന്തായാലും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. എനിക്കും ചെറിയ തിരക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പഴേ വിളിച്ചേക്കുവാ, രണ്ടാളും കൂടി അങ്ങ് വന്നേക്കണം. ഷുവർ, എവിടെയാണേലും ഞാൻ വരും. അവളോട് ഞാൻ നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഞാൻ കോളേജിലേക്ക് പോയപ്പോ നിന്റെ കൂടെ ഒരു കക്ഷി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാത്?
10th വരെ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. അടുത്ത വർഷം ഈ സമയത്ത് പുള്ളി അഡ്വക്കേറ്റാ. ഓ അങ്ങനെ. എന്നാലും ആ കന്യാസ്ത്രീ ഞാൻ പറഞ്ഞൊക്കെ കേട്ട് പതുങ്ങിയിരിക്കുന്ന കണ്ടിട്ടാ ഞാൻ അത്രയും ഡയലോഗ് അടിച്ച്. ഒന്നും അങ്ങ് ഏശിയില്ല. ഇനി നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവൂല. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡിവൈൻ ടച്ച് ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഉണ്ട്, അതുറപ്പാ. നീ ഒന്ന് പോയേ. ഡിവൈൻ ടച്ച് ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം ശരിയാ. എന്റെ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ളത് എന്റെ ചോയ്സ് അല്ലേ. എന്തായാലും കോളേജിൽ നിന്ന് പുറത്തായി. ഇന്ന് ബാംഗ്ലൂർക്ക് കയറണം. നമ്മളോടാ കളി. അവളിതുവരെ കുളി കഴിഞ്ഞു വന്നില്ലേ? ദേ എത്തിയപ്പാ. മമ്മ വാ കഴിക്കാം. അപ്പേ മമ്മ വാ കഴിക്കാം. അപ്പ ഹാപ്പിയാണോ? ഐ എം സോ ഹാപ്പി. മമ്മയോ? എന്റെ ഹാപ്പിനെസ് അതുക്കും മേലെ. എന്നിട്ട് 2 ദിവസത്തെ വിശേഷങ്ങൾ പറ. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത് എന്താണെന്ന് അറിയോ അപ്പേ? എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. സിസ്റ്റർ, ഇതൊന്നും ഇവിടെയുള്ള സെർവന്റ് ചെയ്യില്ലേ? ഷുവർ, സെർവൻസ് ചെയ്യുമ്പോ അതവരുടെ ഡ്യൂട്ടിയല്ലേ. എനിക്കിതെന്റെ കടമയാ. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും കുന്നും മലയും കയറി ഇളയമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പോയൊരു അമ്മയുണ്ട് എനിക്ക്. ഷീസ് മൈ റോൾ മോഡൽ. അയ്യോ, സ്കൂളിൽ പോകാൻ സമയായി. നമുക്ക് ഈവനിങ് കാണാട്ടോ. ബൈ. മമ്മ, ഷീസ് എ ടീച്ചർ. അടുത്ത് നിൽക്കുമ്പോ എന്തൊരു പോസിറ്റീവ് എനർജി ആണെന്ന് അറിയോ? പിന്നെ സിസ്റ്റർക്ക് ഈശോയോടുള്ള ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതാണ് ശരിക്കും എൻ്റെ ഉള്ളിലെ സ്പാർക്കിനെ ഫയർ ആക്കിയത്. മമ്മ, നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം മമ്മ. പപ്പ, പള്ളിയിൽ ചെന്ന് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഓക്കെ, നാളെ കുർബാന കഴിഞ്ഞ് നമുക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം. ഓക്കെ. ഹലോ. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നോളാം. അങ്കിൾ നാളെ വന്നാൽ മതി. ഓക്കെ, നിങ്ങൾ വേണ്ട ചെയ്തോളൂ. നാളെ ഞങ്ങൾ വന്നേക്കാം. മോളെ, നമ്മുടെ ടോണിക്കൊരു ബൈക്ക് ആക്സിഡന്റ്. ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുള്ളൂ എന്ന് പറഞ്ഞ്. ഞാനിന്ന് രാവിലെ അവിടെ നിന്ന് വന്നത്. ഇന്ന് അവന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അല്ല, അപ്പൊ ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടർ എന്തു പറഞ്ഞു? ഈ കുട്ടിയുടെ പേരൻസ്? 2 പേരും ഇല്ല. ഒരു ആക്സിഡന്റ് ആയിരുന്നു. 9 വർഷമായി. എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൻ. എന്നാ പറയാനാ, വിധി. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഹോസ്റ്റലിലേക്ക് തന്നെ വിടാനാണോ പ്ലാൻ? നല്ല റെസ്റ്റ് വേണം. അല്ല ഡോക്ടർ, അവനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാ ഈശ്വരനെ കാണാം. അപ്പേ, അവിടെ ചെന്നപ്പോ സിസ്റ്റർ എന്നോട് ചോദിക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ആരാണെന്ന്. അന്തോണീസ് പുണ്യാളൻ അല്ലാതാരാ? അത് ശരിയാ. ഞാൻ പറഞ്ഞു, ഞാൻ കാണാത്ത വിശുദ്ധനാണെങ്കിൽ അത് അന്തോണീസ് പുണ്യാളനാണെന്നും ഞാൻ കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ അതെന്റെ അപ്പയും അമ്മയാണെന്നും. നീ ആള് കൊള്ളാലോടി. മതി മതി, വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം കുറയായി. നമുക്ക് പോയി കിടക്കാം. നാളെ പള്ളി പോകേണ്ടതല്ലേ? ഓക്കെ. ജോസിംഗില് അച്ഛനുണ്ടോ? ആ ഉണ്ട്, അകത്താളുണ്ട്. താങ്ക് യു.
ഇവന്മാരുടെ ഈ പ്രകടനം കണ്ട് ഇതുപോലുള്ള കുറെ ഊളവിശ്വാസികളുടെ ചിന്ത എന്താണെന്നറിയാവോ? ഓക്സിജൻ ഇല്ലെങ്കിലും ഈ കുർബാന ഉണ്ടെങ്കിൽ അങ്ങ് ജീവിക്കാന്ന. ഞാൻ ഏതായാലും ഈ പരിപാടി പതിയെ പതിയെ അങ്ങ് നിർത്താൻ പോവാ. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ അജണ്ട നടത്തി വരണമെങ്കിലേ നമ്മൾ ഈ കുർബാനയുടെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. പൊതുയോഗത്തിൽ ഉൾപ്പെടെ എല്ലാ മീറ്റിങ്ങിലും കയറുകയും വേണം. അത് പോയിന്റ്. ആ, മത്തായിച്ചേട്ടൻ വരുന്നുണ്ടല്ലോ. പോയ പോലെയല്ല പുള്ളിയുടെ തിരിച്ചുവരവ്. ഇത് നമ്മൾ പറഞ്ഞു തന്നെ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. വന്നേ, നമുക്ക് ചോദിക്കാം. എന്തു പറ്റി മത്തായിച്ചേട്ടാ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എന്താച്ചാ, ഞങ്ങളവിടെ കാണുന്ന തീരെ പ്രതീക്ഷയില്ലല്ലേ? നിങ്ങൾ കാര്യം അറിയാതെ. അയ്യോ പാവം, നിങ്ങളുടെ ഈ നാടകമൊന്നും ഇനി ഇവിടെ നടക്കേല. നിങ്ങളുടെയൊക്കെ മുമ്പിലേ ഓച്ചാനിച്ച് നിൽക്കുന്ന കാലം കഴിഞ്ഞു. മത്തായിച്ചേട്ടൻ എന്തിനാ ഇവിടുന്ന് കണ്ണും നിറഞ്ഞിറങ്ങി വന്നേന്ന് ഞങ്ങൾക്കറിയണം. നിർത്തടാ, നിങ്ങൾക്കറിയണ്ട എന്താ എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. അതാ ചേട്ടാ വേണ്ട. ഇവരുടെ നെറുകെട്ട അജണ്ട നടപ്പാക്കാൻ വേണ്ടി എല്ലായിടത്തും കയറി വന്ന് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി വീഡിയോയും പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇവരുടെ ഹോബിയെങ്കിൽ അതങ്ങ് നടക്കട്ടെ. അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞായിട്ട് ചോദിക്കുക, നിങ്ങളെന്താ യൂദാസിന്റെ രണ്ടാം ജന്മങ്ങളോ? മര്യാദക്ക് സംസാരിക്കണം. സർജറി കഴിഞ്ഞ ആളെന്നൊന്നും ഞാൻ നോക്കുകയല്ല. സർജറിക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് കൈനീട്ടിയപ്പോ സഭയെ പൊളിച്ചെടുക്കാനും അച്ഛന്മാരെ ഇല്ലാതാക്കാനുമുള്ള ഗൂഢാലോചനയുടെ തിരക്കിലായിരുന്നു. ഇപ്പൊ തിരക്കാ. പിന്നെ കാണാന്നും പറഞ്ഞു വിട്ടപ്പോ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. എന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല. കുടുംബസ്വത്തിന്റെ ആധാരം പണി വെച്ച് എന്റെ കയ്യിൽ പൈസ എടുത്തു തന്ന മനുഷ്യനാ അത്. ആ മനുഷ്യന്റെ ഒക്കെ കണ്ണുനീര് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ വീഴാതെ നോക്കിയാ നല്ലത്. അയാള് വരുത്തനാ, നിങ്ങളൊന്ന് മറക്കണ്ട. എന്തായി, നമുക്ക് പോവാ? ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം നടക്കാതെ പോയല്ലോ. ആ, നമുക്കും കിട്ടും ഒരു അവസരമൊക്കെ. അപ്പൊ നോക്കാം. മോളുടെ ഹൗസ് സർജൻസി എവിടെയായിരുന്നു? ഞാൻ പുഷ്പഗിരി ഹോസ്പിറ്റലില്. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ? അല്ലെങ്കിലേ ഞാൻ കോൺവെന്റിൽ ചേരാൻ തീരുമാനിച്ചു. അത് കൊള്ളാലോ. കന്യാസ്ത്രീമാരില്ലാത്തതുകൊണ്ട് സെമിനാരി ചെക്കന്മാരില്ലാന്ന് കേട്ടെ. എന്തിനാ സാറേ മോളെ നേരുന്നെറിയില്ലാത്ത ഈ പണിക്ക് വിടണേ? അതൊരു ഉത്തരം പറ്റിക്കുന്ന ചോദ്യമാണല്ലോ അങ്കിളെ. എന്തായാലും ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം കാലത്തിന് വിടും. പോട്ടെ. ഇന്ന് തുടക്കം മുതലേ പണി പാളുവാണല്ലോ ജോസേട്ടാ. അപ്പൊ കോൺവെന്റ് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? യെസ് ഫാദർ. ഇപ്പൊ പള്ളിമുറ്റത്ത് നടന്നൊക്കെ കണ്ടല്ലോ. ഇതാണ് കാലം. നന്നായി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. പ്രൊഫഷന്റെ സിംഗിൾ ലൈഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടി സന്യാസ ജീവിതം തിരഞ്ഞെടുക്കരുത്. അങ്ങനെയായ കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാനേ നേരം ഉണ്ടാവുള്ളൂ. നോ, നെവർ ഫാദർ. എനിക്ക് എന്റെ പ്രൊഫഷനേക്കാൾ പ്രഷ്യസ് എന്റെ വൊക്കേഷനാണ്. ഗ്രേറ്റ്. നിങ്ങൾ എന്ത് പറയുന്നു? നന്നായി ആലോചിക്കണം. ഒറ്റ മോളേ ഉള്ളൂ. അച്ഛൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ്സും +2ഉം MBBS ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവളോട് പറഞ്ഞതാ. പിന്നെ ഒറ്റ മോളുടെ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ 3 മക്കളാ. 2 പേര് UK-ല്, ഒരാളിത് +2 കഴിയാൻ നോക്കിയിരിക്കുക. അച്ഛാ, ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുണ്ടാവും. അത് എത്ര ദൂരെയാണെങ്കിലും. അല്ല, ഇപ്പൊ കാണുന്നതൊക്കെ അങ്ങനെയാണ്. അമ്മയ്ക്ക് ചെറിയൊരു വിഷമം പോലെ. ഒരിക്കലുമില്ല ഫാദർ. ഇത് അവളുടെ മാത്രം ഉറച്ച തീരുമാനമോ? അവളുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമാവില്ല. ദൈവത്തിന് പകരക്കാരിയായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നൊരു മകളുടെ അമ്മയായത് എന്റെ ഭാഗ്യമോ. ഐ എം സോ എക്സൈറ്റഡ്. മരിയ പറഞ്ഞതുപോലെ പ്രൊഫഷനേക്കാൾ പ്രഷ്യസ് ആയിരിക്കണം വൊക്കേഷൻ മരണം വരെ. വേണ്ട എന്ന് മനസ്സിൽ സ്വമനസ്സാലെ തീരുമാനിച്ചുറച്ചതിനൊക്കെ അവസാന ശ്വാസം വരെ നോ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. ദാറ്റ് ഈസ് ഗ്രേസ് ഓഫ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫാദർ. ഈശോ, ഇതാണ് എൻ്റെ സ്വർഗം. ഇവിടെയാണ് എൻ്റെ ഹാപ്പിനെസിൻ്റെ പീക്ക് പോയിന്റ്. നന്ദി ഈശോയെ, ഒരുപാട് നന്ദി. ഒരു പൊട്ടിപ്പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് നിന്റെ അരികിലിങ്ങനെ ഇരുത്തിയതിന്. പിന്നെ സങ്കടങ്ങൾ പറയാൻ ചുവരുകൾ മാത്രമുള്ള കുറേ മനുഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ഡിവൈൻ എന്തൂസിയാസം. ഈശോ, പ്രാണനെടുത്ത് പ്രിയപ്പെട്ടവരുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കുന്ന ഈ ലോകത്ത് ഓരോ ദിവസവും നീ എന്നെ സ്നേഹിക്കുന്നത് പ്രാണൻ തന്ന ജീസസ്, ഐ ലവ് യു.
പ്ലീസ് അക്നോയിന്റഡ് മീ വിത്ത് യുവർ ഹോളി സ്പിരിറ്റ്. ഡോക്ടർ ഇനിയും ഞങ്ങളുടെ വീട്ടിൽ വരണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ മോളുടെ റൂമിൽ ഞാൻ ചെന്നപ്പോ ഇപ്പൊ എനിക്കൊരു സുഖമില്ല, പിന്നെ വിളിക്കാം. മനസ്സും ശരീരവും ഒരുപോലെ തളരുമ്പോ കൂടെ പഠിച്ച കന്യാസ്ത്രീയുടെ കൂട്ട് വലിയൊരാശ്വാസം. ഈശ്വരനെ മാത്രം പ്രണയിക്കുന്ന ഒരാളുടെ സാന്നിധ്യം വരണ്ടുണങ്ങിയ ഭൂമിക്ക് കിട്ടുന്ന ഒരു മഴ പോലെയാടോ. ഇനി എനിക്കെന്റെ പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ അടുത്തൊന്ന് പോണം, നഷ്ടപ്പെടുത്തിയ ഗുരുത്വം തിരിച്ചു മേടിക്കാൻ. ഇതെന്തു പണിയെ കാണിച്ച്? ജീവിതമാകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോഴേക്ക് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്ക്. എൻ്റെ ഭാര്യയും മക്കളും എന്നെ വീട്ടിൽ നിന്ന് നാട്ടി ഇറക്കി വിട്ടപ്പോൾ എൻ്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ തീരുമാനം പാളിപ്പോയി. ഡോക്ടർ, എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ICUലായിരുന്നപ്പോ രാവും പകലും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാ പോയത്. ഈവനിങ് ആവുമ്പോഴത്തേക്ക് ഇങ്ങെത്തും. എന്തൊക്കെ പറഞ്ഞാലും ആരും ഇല്ലാന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു ഡോക്ടറേയും കിട്ടി, ഒരു ബൈസ്റ്റാൻഡറേയും കിട്ടി. കർത്താവിന്റെ ഓരോ കളികളെ. ഇവന്മാരുടെ ഈ പ്രകടനം കണ്ട് ഇതുപോലുള്ള കുറെ ഊളവിശ്വാസികളുടെ ചിന്ത എന്താണെന്നറിയാവോ? ഓക്സിജൻ ഇല്ലെങ്കിലും ഈ കുർബാന ഉണ്ടെങ്കിൽ അങ്ങ് ജീവിക്കാന്ന. എന്തു പറ്റി വൈജു? ഡോക്ടറെ വിളിക്കണോ? കർത്താവിന് ഏറ്റവും സന്തോഷം ഈ കണ്ണീര് കാണുമ്പോഴാ. അനുതാപത്തിന്റെ കണ്ണീര്. ആ കൂടെ കർത്താവ് എന്നോടൊരു കാര്യം പറയുന്നുണ്ട്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുതെന്ന്. ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിന് വരും. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? സമരത്തിന്. പാവപ്പെട്ട എൻ്റെ കർഷക ജനതയ്ക്കൊപ്പം നിൽക്കാൻ. അവർക്ക് വീടെങ്കിൽ എനിക്കും വീട്, അവർക്ക് ജയിലാണെങ്കിൽ എനിക്കും അത് മതി. ആനുകൂല്യത്തിന് വേണ്ടിയല്ലല്ലോ, ജീവിക്കാനുള്ള എൻ്റെ ജനത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയല്ലേ. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. നാറ്റിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നാറ്റിച്ച് ആ ബൈജുവിനെ ശുശ്രൂഷിക്കാനാണോ അച്ചോ അച്ഛൻ ഇനിയും പോണേ? ഈ ലോഹയിട്ട പാതിരിക്ക് ബൈജു ഇപ്പം കിടക്കുന്ന കട്ടിലും ബലിപീഠം അമർത്തയച്ചേട്ടാ. മനസ്സറിഞ്ഞ് ബലിപീഠത്തെ ചുംബിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നത് വല്ലാത്തൊരാവേശമാണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. അതൊരു ഉത്തരം വെട്ടിക്കുന്ന ചോദ്യമാണല്ലോ അങ്കിളെ. എന്തായാലും ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം കാലത്തിന് വിടും. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 2 ദിവസം കഴിഞ്ഞു പോ. ഡോക്ടർ, ഇത്രയും ഭംഗിയുള്ള സന്യാസത്തെയും പൗരോഹിത്യത്തെയും ഒക്കെ ഞാൻ ലോകത്തിന് മുമ്പിൽ കുത്തിവരച്ച് വികൃതമാക്കി. സോറി. അതൊന്നും സാരമില്ല. പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ടാ അറിയില്ല. എന്നാലേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവാൻ അവര് വരും. സന്തോഷം. അപ്പൊ ശരി, പോട്ടെ. ആയിക്കോട്ടെ. ജനങ്ങൾക്ക് വേണ്ടി സമരത്തിനിറങ്ങുന്ന വൈദികൻ, എന്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു തന്ന കന്യാസ്ത്രീ, ഇനിയുള്ള ജീവിതം ഇവർക്കെതിരായി എഴുതിയതൊക്കെ പൊളിച്ചെഴുതണം. Jesus, I need you every moment. I need you here now. This grace poured a heart sing out your praise forever.